അപ്പോൾ ഹായ് എവ്രി വൺ, എൻ്റെ പേര് അർച്ച. കുറേ കാലം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ആക്ച്വലി ഈ ടൈമിൽ ഒരു ട്യൂഷൻ എടുക്കേണ്ടതായിരുന്നു. ട്യൂഷൻ ഒഴിവായി പോയപ്പോൾ ഭയങ്കര ഇംപ്രോംപ്റ്റു ആയിട്ട് റാൻഡമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പക്ഷെ കുറച്ച് കാലമായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന വീഡിയോ. ആൻഡ് ടുഡേ വി ഗോയിങ് ടു സീ ഹൗ ക്യാൻ വി സോൾവ് എ സുഡോക്കു. സുഡോക്കു എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ന്യൂസ് പേപ്പർ തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു സാധനമാണ്. കുറേ നമ്പറുകളൊക്കെ ഉണ്ട്, കുറേ പെട്ടികളുണ്ട്. അപ്പോൾ നമ്പേഴ്സ് ഇഷ്ടമില്ലാത്ത, മാത്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടാൽ നേരെ യൂ ടേൺ അടിച്ച് പോകലാണ് പതിവ്. ബട്ട് ഐ ജസ്റ്റ് തോട്ട് മേ ബി ഇതിൽ കാൽക്കുലേഷൻ ഒന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് പാറ്റേൺസ്. നമ്മൾ എത്ര പാറ്റേൺസ് നമുക്ക് മനസ്സിലാവും, അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് സുഡോക്കുവിൽ ബേസിക്കലി ഉള്ളത്. അപ്പോൾ ഐ തോട്ട് മേ ബി ലെറ്റ്സ് ട്രൈ ടു മേക്ക് ദിസ് ഗെയിം എ ലിറ്റിൽ എളുപ്പമുള്ള ഫണ്ണായിട്ടുള്ള ഗെയിം. ആൻഡ് അത് ചെയ്യുന്ന രീതിയും ഈ സുഡോക്കു ഞാൻ ഡൗൺലോഡ് ചെയ്തത് ലൈവ് സുഡോക്കു എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ്. അവിടെ നിന്ന് കടെടുത്തതാണ്, എൻ്റെ സ്വന്തമായിട്ടല്ല. ഞാനും ഈ സുഡോക്കു ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ജസ്റ്റ് സി. ഇപ്പോൾ ഈ സുഡോക്കുവിൽ 1 to 9 നമ്പേഴ്സ് ഉണ്ടാവും. 1 to 9 നമ്പേഴ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഗെയിം ബേസിക്കലി. അപ്പോൾ ഈ ഓരോ കാണുന്ന ബോക്സിലും 1 to 9 നമ്പേഴ്സ് ഫില്ല് ചെയ്യണം. റിപ്പീറ്റേഷൻ പാടില്ല. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 9 ലൈൻസ് ഉണ്ട്, അതിലും 1 to 9 ഫില്ല് ചെയ്യണം. റിപ്പീറ്റേഷൻ പാടില്ല. വേർട്ടിക്കൽ ആയിട്ടുള്ള ഇത് വേർട്ടിക്കലും ഇത് ഹൊറിസോണ്ടലും, തലങ്ങും വിലങ്ങും ഇങ്ങനെയും ഇങ്ങനെയും ഉണ്ട്. അത് തിരിഞ്ഞു പോകാൻ പാടില്ല. അതിലെല്ലാത്തിലും 1 to 9 നമ്പേഴ്സ് ഫില്ല് ചെയ്യണം. അതാണ് ബേസിക്കലി സുഡോക്കു എന്ന് പറയുന്ന കളി. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമുക്ക് നോക്കാം, ചെയ്തു നോക്കാം, ഒരുമിച്ച് ചെയ്ത് നോക്കാം. എത്ര സമയത്തിനുള്ളിലാണ് ചെയ്ത് തീരുക എന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ സി, ഞാൻ എവിടെ നിന്നാണ് തുടങ്ങുക? ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ലൈനിൽ 5 ഉണ്ട്, പിന്നെ ഇവിടെ എവിടെയും 5 വരില്ല. ഈ ലൈനിലും 5 ഉണ്ട്, ഇവിടെയും വരില്ല. ഈ ബോക്സിലും ഉണ്ട്, ഈ ബോക്സിലും ഉണ്ട്. നെക്സ്റ്റ് ഈ ബോക്സിൽ നമുക്കൊരു 5 വേണം. ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. സോ നെക്സ്റ്റ് 5 എവിടെയായിരിക്കും? ഈ നടുക്കായിരിക്കും. നടുക്ക് ഇവിടെ ഒരു സ്ഥലമല്ലേ ഉള്ളൂ ഈ ബോക്സിൽ. അപ്പോൾ 5 നമ്മൾ ഇവിടെ എഴുതും. അങ്ങനെ. ഇപ്പോൾ സിമിലർലി 8, ഇവിടെ 8 ഉണ്ട്. ഈ ലൈനിൽ ഇനി 8 വരില്ല. ഈ ബോക്സിൽ ഇനി 8 വരാൻ ഇവിടെയാണ് സ്ഥലം ഉള്ളത്. ഇവിടെ സ്ഥലം ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയാണ് എഴുതുക നമ്മൾ? ഇവിടെയല്ലേ. കാരണം എന്താ? ഇവിടെ എഴുതിയ ഇവിടെ 8 ഉണ്ട്. യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യാൻ നോക്കുക പറഞ്ഞാൽ, ഇങ്ങനെ 1 2 3 ഓക്കെ 4 ഇല്ല, 4 എഴുതുക, 5 എഴുതുക, അങ്ങനെ 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 പോയിട്ട് ഒരു ഓർഡറിൽ സോൾവ് ചെയ്യാൻ നോക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ തെറ്റിപ്പോയാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് എവിടെ ഇപ്പോൾ തെറ്റിയെന്നായി പോവും. അപ്പോൾ ലെറ്റ്സ് ജസ്റ്റ് ഫോളോ ദി പാറ്റേൺ ആൻഡ് ഡു. നമ്മളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചിട്ട് നമുക്ക് തോന്നുന്ന നമ്പറിൻ്റെ പുറകെ അങ്ങനെ പോയി നോക്കാം. അപ്പോൾ അതാ 8 ഇവിടെ ഉണ്ട്, 8 ഇവിടെ ഇങ്ങനെയുണ്ട്, 8 ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത 8 ഈ ലൈനിലായിരിക്കും വരുന്നത്. അത് ഇവിടെ വന്നു. ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. ഈ ലൈനിൽ ഇവിടെ 8 വരണം. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഇവിടെ വന്നാൽ എന്താ പ്രശ്നം? ഇവിടെ ഒരു 8 ഉണ്ട്. അപ്പോൾ 8 ഇവിടെ വന്നു. 8 8. ഇനി ഈ തേർഡ് ലൈനിൽ 8 വേണം, വിച്ച് ഈസ് ഗോയിങ് ടു കം ഹിയർ. ഇവിടെ മാത്രമേ ഇതിന് സ്ഥലമുള്ളൂ. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. സോ ദാറ്റ്സ് ഡൺ. അപ്പോൾ ഈ ലൈനിൽ 8 ഉണ്ട്, ഈ ലൈനിൽ ഇല്ല. ഈ ലൈനിലും ഉണ്ട്. അപ്പോൾ 8 ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വരും. അപ്പോൾ എവിടെയാണ് വരിക? ഇവിടെ. ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ 8 കഴിഞ്ഞു. എല്ലാ ബോക്സസിലും ഒരു 8 വന്നു. അപ്പോൾ ദെൻ വി ക്യാൻ ഫോർഗെറ്റ് അബൌട്ട് 8. വി ഹാവ് സോൾവ്ഡ് ദി 8. ഇനി അടുത്ത നമ്പർ എടുക്കുക. സി, ഇപ്പോൾ ഇവിടെ 4 ഉണ്ട്. ഇനി ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ 4 എഴുതാൻ. അപ്പം ഞാൻ 4 ഇവിടെ എഴുതി. സി, അങ്ങനെ 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 ഞാനത് ഫുള്ള് ഇങ്ങനെ നമ്പർ ബൈ നമ്പർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ബോറിംഗ് ആവും. അപ്പോൾ ഇതാ നിങ്ങളിങ്ങനെ കണ്ടോളൂ. നമുക്ക് വർത്തമാനം പറഞ്ഞ് 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 ചെയ്യാം. അതാ ഈ ബോക്സിൽ ഇനി 7 മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഇവിടെ 7 എഴുതിയത്. 1 2 3 4 5 6 7 ഇല്ല, 8 9 ഉണ്ട്. അപ്പോൾ 7 എഴുതി. പിന്നെ ഈ ലൈനാണ് ബാക്കി. 1 2 3 4 5 6 അങ്ങനെ. സോ ദിസ് ലൈൻ ഇസ് ഓൾസോ ഫിൽഡ്. അപ്പം അത് അങ്ങനെ സോൾവ് ചെയ്യുന്നൊരു സാധനമാണ് സുഡോക്കു. ഞാനിത് ആദ്യം ചെയ്തത് ഐ തിങ്ക് 8th പഠിക്കുമ്പോഴാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി. ആ ഫ്രണ്ടിനെ അറിയോ അറിയില്ല, ആ ഫ്രണ്ടാണ് എന്നെ ആക്ച്വലി ഇത് പഠിപ്പിച്ചത്. അവൾ ചെയ്യുന്നത്, അവളിങ്ങനെ വർത്താനം പറഞ്ഞിട്ടായിരുന്നു ചെയ്യുന്നത്. ആ ഫ്രണ്ടിൻ്റെ പേര് ദീപ്തി എന്നാണ്. അപ്പോൾ അവളിങ്ങനെ വർത്താനം പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അവൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ സാധനം പഠിച്ചത്. എന്നിട്ട് അന്ന് ഞങ്ങളുടെ സ്കൂളിൽ സ്റ്റുഡൻറ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടായി, ടൈംസ് ഓഫ് ഇന്ത്യൻ്റെ ഒക്കെ. അതിൽ ഉള്ള സുഡോക്കു ആണ് ഫസ്റ്റ് ഞാൻ ചെയ്ത് നോക്കിയത്. അത് എനിക്ക് മറ്റേ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അത് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അപ്പോൾ അവൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 2 അപ്പോൾ ഇവിടെ വരും, അങ്ങനെയാണിത് സോൾവ് ചെയ്യാൻ പഠിച്ചത്. ആൻഡ് ഇറ്റ്സ് എ റിയലി വി ഫീൽ ബെറ്റർ. ഒരു ഗെയിം നമ്മൾ ജയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷമില്ലേ. പിന്നെ ഇത് ഇപ്പോൾ എനിക്ക് പാറ്റേൺ അറിയാമെങ്കിലും ചിലപ്പോഴൊക്കെ ഇത് പാളിപ്പോവും, എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ഇത് തെറ്റിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എനിക്കറിയില്ല കേട്ടോ, ഇതിലെവിടെയാണ് തെറ്റെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ മിക്കവാറും ഞാനത് ആ വഴി അങ്ങനെ വിടും. പിന്നെ ഞാനത് ശരിയാക്കാൻ നോക്കാറില്ല. ആ ദിവസം അത് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. സം ഡേയ്സ് ആർ ലൈക്ക് ദാറ്റ്. ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ. അപ്പോൾ അങ്ങനെ വിടും ഞാൻ. ഇപ്പം 9 ഇവിടെയും 9 ഇവിടെയുണ്ട്. 9 ഇനി എവിടെ എഴുതാം? ഇവിടെ എഴുതാം, ലൈക്ക് ദാറ്റ്. ആൻഡ് 8 ഓ സോറി 8 നമ്മൾ തീർന്നതാണല്ലോ. പിന്നെ ഞാനതിന് 8ൻ്റെ പുറകെ പോണേ. 6 നോക്കാം. 6 ഇവിടെയും 6 ഇവിടെയുണ്ട്, 6 ഇവിടെ ഉണ്ട്. ഇത് പിന്നെ ഭയങ്കര ഈസിയസ്റ്റ് ലെവൽ ഞാൻ പിക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് സോൾവ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് സോൾവ് ചെയ്യുമ്പോൾ ഐ എം ടേക്കിംഗ് സം ടൈം ടു ഡു ഇറ്റ്, ആൻഡ് ഇറ്റ്സ് ഓക്കെ. ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ കോമ്പറ്റീഷനായിട്ട് ഞാൻ 10 മിനിറ്റത്തെ ടൈമറൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ലെറ്റ്സ് സീ ഇത് എത്ര സമയത്തിൻ്റെ ഉള്ളിൽ തീരുന്നു. 7 8 9 ഓക്കെ 7 ആണ് മിസ്സിങ് ആയിട്ടുള്ളത്. സോ യാ, 1 2 3 4 5 6 7 8 9. 1 വരണോ 3 വരണോ എന്ന് അറിയില്ല, അത് വിടണം, നമ്മൾ അടുത്ത് ചെയ്യണം. ഓക്കെ 1 ഇവിടെയാണ് വരിക, ബിക്കോസ് ഇവിടെ 1 ഉണ്ട്. ഇനി ഇവിടെ 1 വരില്ല, അപ്പോൾ ഈ ബോക്സിൽ ഇവിടെ വരും. അപ്പോൾ 1 വിൽ കം ഹിയർ. അപ്പോൾ ഈ ബോക്സിലത്തെ 3 ഇവിടെ വരും. 3 ഇവിടെ വന്നു കഴിഞ്ഞാൽ 3 ഇവിടെ വരും, ഇവിടെ വരും, പിന്നെ ഇവിടെ വരും. സോ ഇവിടെ എവിടെയാണ് വരിക? ഓൾറെഡി ദിസ് ഹാസ് എ 3, സോ 3 വിൽ കം ഹിയർ. സോ 1 2 3 4 5 6 7 8 9, like that. I wanted to actually make consistent videos on YouTube for a while, but then because I am very inconsistent as a person, I couldn't do it. And when I'm doing it, it turns out to be random things like this. ഒരു പ്രശ്നമല്ല, ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വീഡിയോ ഇടുന്നു എന്നേ ഉള്ളൂ. 1 2 3 4 ഇവിടെ വരില്ല, 4 ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വരിക. Can you say that? Yes, I can. അത് കഴിഞ്ഞു 4 5 6 7 8 9 9 9 9 1 2 3 4 5 1 2 3 4 5 6 7 8 9. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു സാധനമാണിത്. പക്ഷെ എനിക്ക് അതേപോലെ തന്നെ ന്യൂസ് പേപ്പറിൻ്റെ ഇതിൻ്റെ സൈഡിൽ തന്നെ വേറൊരു സാധനം ഉണ്ടാവും, ക്രോസ് വേർഡ്. അതെനിക്ക് തീരെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാറില്ല. ഐ എം വെരി ബാഡ് വിത്ത് വേർഡ്സ്. ഈ ബോക്സിൽ ഇനി ഒരെണ്ണേ ബാക്കിയുള്ളൂ. അതേതാ? 1 2 3 4 5. അപ്പോൾ ഐ എം റിയലി envious of the people who can do a crossword puzzle. കാരണം എനിക്ക് ഒരു വേർഡ് പോലും അതിൽ ശരിയായിട്ട് കിട്ടാറില്ല ഒരിക്കലും. 1 2 3 4 5 6 7 8 9. ആൻഡ് യെസ്, നമ്മളുടെ ലാസ്റ്റ് സാധനം 1 2 3 4 5 6. ഇത് ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ഡൺ ഇറ്റ്. ഇതിൽ തെറ്റില്ല. ഇത് നമുക്ക് സ്മൂത്തായിട്ട് ഒരു തെറ്റ് പോലും വരുത്താണ്ട് വന്നു കഴിഞ്ഞാൽ തെറ്റില്ല. തെറ്റ് വന്നിട്ട് നമ്മൾ തിരുത്തിയാൽ നമ്മൾ 2 പ്രാവശ്യം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടല്ല. ഇപ്പോൾ ഇതിൽ ഏത് നമ്പറാണ് തെറ്റിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ബട്ട് ഇറ്റ്സ് ഫൺ. ആൻഡ് യെസ്, വി ഡിഡ് ഇറ്റ്. ഐ തിങ്ക് വി ഡിഡ് ഇറ്റ് അണ്ടർ 15 minutes, വിച്ച് ഇസ് വെരി ഗുഡ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ എല്ലാവരെയും വെറുപ്പിച്ചില്ല, എനിക്കറിയില്ല ഇതിപ്പോൾ എന്താ ഈ അവസ്ഥ എന്ന്. എന്താണെങ്കിലും ഇതിവിടെ ഇരിക്കട്ടെ. താങ്ക് യു.